ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പം നമ്മളുടെ K2 എക്സാംസ് ഒക്കെ അടുത്ത് വരാറായി. അപ്പം നമ്മളുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് S4-ലെ കുറച്ച് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. സോ മൊഡ്യൂൾ 1. അപ്പോൾ മൊഡ്യൂൾ 1-ൽ ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 മെയിൻലി വരുന്നത് നേച്ചർ ഓഫ് സോയിൽ ആൻഡ് ഫങ്ഷൻ റിലേഷൻഷിപ്പ്. അപ്പോൾ സോയിലിൻ്റെ നേച്ചർ, അതിൻ്റെ ഫങ്ഷൻ റിലേഷൻഷിപ്പ്, ഇപ്പോൾ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെയാണ് മെയിൻലി വരുന്നത്. അപ്പം മേജർ ടൈപ്സ് ഓഫ് സോയിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒറിജിൻ, ഇഗ്നിയസ് റോക്സിൽ നിന്നും അതുപോലെ തന്നെ മെറ്റാമോർഫിക് റോക്സ്, അങ്ങനെ പലതരം റോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ് വഴിയാണ് ഈ സോയിൽ വരുന്നത്. മേ ബി ജനറൽ ആയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ അതൊന്നും അത്ര കാര്യമായിട്ടല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടുക എങ്ങനത്തെയാണ് സോയിൽ ഇതെന്നുള്ളത്. അപ്പോൾ സോയിൽ മെക്കാനിക്സിനേക്കുള്ള ഇൻട്രൊഡക്ഷൻ, പിന്നെ സോയിൽ ടൈപ്സ്, എങ്ങനത്തെ സോയിൽ ടൈപ്സ്, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇഗ്നിയസ് റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, അങ്ങനെയെല്ലാം ഉള്ള ഇതിൽ നിന്നും വെതർ ചെയ്ത് വരുന്ന സോയിൽസ് ആവാം. പിന്നെ വരുന്ന മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ കുറച്ച് ജനറൽ ആയിട്ടുള്ള മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ തിയറിയിൽ ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ ചോദ്യങ്ങളാണ്. ഇനി ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്, ഇതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ വോയിഡ് റേഷ്യോ, പൊറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വാട്ടർ കണ്ടന്റ്, ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയിറ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്. അപ്പം ഇതിൽ മെയിനായിട്ട് മെയിൻലി വരുന്ന ഈ സോയിൽ പ്രോപ്പർട്ടീസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് E ആണ്, പൊറോസിറ്റി N, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S. അപ്പം ഇതെല്ലാം പിന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മളുടെ പൊറോസിറ്റിയും വോയിഡ് റേഷ്യോ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N = E/1 ആണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ സാച്ചുറേറ്റഡ് G + E/1 E ഇൻറ്റു ഗാമ സാച്ചുറേറ്റഡ് ആണ്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റിനെയും വോയിഡ് റേഷ്യോനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഇതിൽ വരുന്നത്, ഗാമ സാച്ചുറേറ്റഡ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ കണ്ടീഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷനിലാണെങ്കിൽ S ഒരിക്കലും 1 അല്ല. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ കണ്ടന്റിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇതാണ് S = WG. അപ്പോൾ W = SC/G. അപ്പോൾ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിനെയും സാച്ചുറേഷനെയും വോയിഡ് റേഷ്യോനെ എല്ലാം കണക്ട് ചെയ്ത് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സോ ഇത് ഈ രണ്ട് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കുറേ പ്രോബ്ലംസ്, ഇപ്പോൾ മിക്ക പ്രോബ്ലംസിലും ഈ ഏതെങ്കിലും ഒരു ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡ്രൈ ഡെൻസിറ്റീനെയും സാച്ചുറേറ്റഡ് ഡെൻസിറ്റീനെയും കണക്ട് ചെയ്ത് സ്പെസിഫിക് ഗ്രാവിറ്റീനെ കണക്ട് ചെയ്ത്, അപ്പോൾ ഇതെല്ലാം ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ റിലേഷൻഷിപ്സിനെ എല്ലാം ബേസ് ചെയ്തിട്ടുള്ള, അപ്പം അങ്ങനെയുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്തായാലും ഒരു പ്രോബ്ലം അതിന് ബേസ് ചെയ്തിട്ട് ഉണ്ടാകും. അപ്പം മെയിൻലി പാർട്ട് ബിയിൽ വളരെ നല്ല മാർക്കിന്, ഇപ്പോൾ 10 മാർക്സിനോ 7 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ വരാം. പിന്നെ വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ്. പിന്നെ നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇപ്പോൾ ഓവൻ ഡ്രൈ മെത്തേഡ്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി, പൈക്കനോമീറ്റർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇതിൽ പൈക്കനോമീറ്റർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സാൻഡ് റീപ്ലേസ്മെന്റ് ഉപയോഗിച്ച് ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് കോർ കട്ടർ മെത്തേഡ്. തിയറിയിൽ മേ ബി ഇപ്പം എങ്ങനെയാണ് നമ്മൾ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡ്സ് ഏതൊക്കെയാണ് അതിനെ ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ കോർ കട്ടർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ തിയറി ആയിട്ട് വരാനുള്ളതാണ്. പിന്നെ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് വെച്ചിട്ടുള്ളതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള ന്യൂമറിക്കൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സിമ്പിൾ ആണ് അത് ചെയ്യാനായിട്ട്. ജസ്റ്റ് വെയിറ്റ് മൈനസ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മുടെ ഈ റിലേഷൻഷിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ഈ സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോപ്പി, ഈ ടേംസ് എല്ലാം നമുക്ക് ഡെഫിനിഷൻസ് ആയിട്ട് ഇപ്പോൾ 3 മാർക്സ് ക്വസ്റ്റിന് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സോയിലിനും റീമോൾഡഡ് ആയിട്ടുള്ള സോയിലിനും തമ്മിലുള്ള അൺകൺഫൈൻഡ് ആയിട്ടുള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ ആണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. വാട്ടർ കണ്ടന്റ് ചേഞ്ച് ഇല്ലാതെ റീമോൾഡ് ചെയ്യണം. പിന്നെ തിക്സോട്രോപ്പി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ സോയിലിൻ്റെ ഇതിൻ്റെ തിന്നനിങ്, അതായത് വളരെ തിന്നായിക്കൊണ്ടിരിക്കും, ആ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ തിന്നായിട്ട് വരുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. അത് വിസ്കോസിറ്റി കുറയുകയും അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡിന് സംഭവിക്കുന്ന ഒരു ലെങ്ത്, ആ ഒരു ഡെപ്ത് കുറയുന്നത്, അല്ലെങ്കിൽ ആ തിക്നെസ് കുറയുന്ന, തിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. ഇത് 2 ടോപ്പിക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി മൊഡ്യൂൾ 2. അപ്പോൾ മൊഡ്യൂൾ 2 വന്നു കഴിയുമ്പോൾ മെയിൻലി വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീവ് അനാലിസിസ് ഒക്കെയാണ്, അതിന് വെൽ ഗ്രേഡഡ് ഇത്. അപ്പോൾ ഇതിൻ്റെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് ചോദിക്കാം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളതാണ് ഇത് ചോദിക്കാവുന്നത്. പിന്നെ ഹൈഡ്രോമീറ്റർ അനാലിസിസ്, അപ്പോൾ ഇതിൻ്റെ കാലിബ്രേഷൻ പ്രൊസീജിയർ ചോദിക്കാം. അപ്പം കാലിബ്രേഷൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കാലിബ്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഫിഗർ വരച്ച ഹൈഡ്രോമീറ്റർ ബൾബ് അത് നമ്മൾ എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്, അത് നമ്മളൊരു വാട്ടർ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സിലിണ്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അതെന്തോരം റൈസ് ചെയ്യുന്നു, അതാണ് വോളിയം. അപ്പോൾ അങ്ങനെയെല്ലാം വെച്ച് ആ കാലിബ്രേഷൻ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഇതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, കാലിബ്രേഷൻ ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അറ്റോമിക് ലിമിറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അറ്റോമിക് ലിമിറ്റിൻ്റെ ആ ഗ്രാഫ് വരയ്ക്കാനാണെങ്കിലും ആ ചാർട്ട് വരയ്ക്കാനാണെങ്കിലും അതിൽ നിന്ന് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, ലിക്വിഡ് ലിമിറ്റ്, അതുപോലെ ഷ്രിങ്കേജ് ലിമിറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ IS ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും വരാം. പിന്നെ വരുന്നത് ഡാർസീസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡാർസീസ് ലോ എന്ന് പറയുന്നത് ആണ്. അപ്പോൾ ഡാർസീസ് ലോ വെച്ചിട്ടാണ് ബേസിക്കലി നമ്മുടെ കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡും വേരിയബിൾ ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റും, ഈ രണ്ട് ടെസ്റ്റും ഡാർസീസ് ലോ. അപ്പോൾ കോൺസ്റ്റന്റ് ഹെഡ് ടെസ്റ്റ് ഡാർസീസ് ലോവിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഹെഡിനെ നമുക്ക് ഏത് സോയിലിനാണ് കോൺസ്റ്റന്റ് ഹെഡ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യം വരാം. അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആവറേജ് പെർമിയബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫൈഡ്, അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സോയിലിൻ്റെ ആവറേജ് ആയിട്ടുള്ള, ഇപ്പം അത് പാരലായിട്ടാണ് ഇരിക്കുന്നത്, അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെയെല്ലാം സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സോയിൽസിൻ്റെ ഇപ്പോൾ K1A, K1H, K1-2 അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസും വരാം. ഇനി മൊഡ്യൂൾ 3. അപ്പോൾ മൊഡ്യൂൾ 3 ഏറ്റവും ഷുവറായിട്ട് പ്രോബ്ലം ആയിട്ട് വരുന്ന ചോദ്യമാണ് ഈ പ്രഷർ ഡയഗ്രംസ്, ടോട്ടൽ, ന്യൂട്രൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് തന്നിട്ടുള്ള. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ന്യൂമറിക്കൽസിൽ ചോദിക്കുന്ന ഒരു ഇതാണ് പ്രഷർ ഡയഗ്രാം. ന്യൂമറിക്കൽ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണിത്. അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഇസഡ് ആണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ന്യൂട്രൽ അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷറാണ്. പോർ വാട്ടർ, അത് നമ്മൾ U എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. U എന്ന് പറഞ്ഞാൽ ഗാമ W ഇൻറ്റു H. വാട്ടർ ടേബിൾ ഏത് ഹൈറ്റിലാണോ ഇരിക്കുന്നത് അതാണ് ഈ H. ഗാമ W എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ സാച്ചുറേറ്റഡ്, വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. പിന്നെ വരുന്നത് എഫക്റ്റീവ് സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ്സിന് നമുക്ക് സിഗ്മ ഡാഷ് അല്ലെങ്കിൽ സിഗ്മ ബാർ കൊടുത്താൽ സിഗ്മ മൈനസ് U. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രഷർ ഡയഗ്രാം, അപ്പോൾ സിഗ്മയുടെ പ്രഷർ ഡയഗ്രാം, യുവിൻ്റെ സിഗ്മ ഡാഷിൻ്റെ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പ്രഷർ ഡയഗ്രാംസ് ഒക്കെ ഇങ്ങനെ ഇപ്പോൾ ആദ്യത്തിലൊന്നുമില്ല, അപ്പോൾ 0 അങ്ങനെ നമുക്ക് പ്രഷർ ഡയഗ്രാംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഷർ ഡയഗ്രാംസ് ഒരു കാപ്പിലറി ആക്ഷൻ. അപ്പോൾ കാപ്പിലറി ആക്ഷൻ വരുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും വാട്ടർ ടേബിൾ വരുന്നത്, അപ്പോൾ ഇവിടെ ഒന്നും വാട്ടറിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ കാപ്പിലറി ആക്ഷന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയെല്ലാം വാട്ടറിന്റെ ആക്ഷൻസ് ഉണ്ടാവും. അപ്പം വാട്ടർ ടേബിൾ ഇവിടെ ആയിരിക്കും, പക്ഷെ കാപ്പിലറി ആക്ഷൻ ഇവിടെ ഉണ്ടാകും. അപ്പം അപ്പോൾ ആ കേസിൽ മൈനസ് ആയിരിക്കില്ല, പ്ലസ് ആയിരിക്കും നമ്മുടെ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഇത്. പിന്നെ ക്യുക്സ് ആൻഡ് കണ്ടീഷൻ, ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാനായിട്ട്, എന്താണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഉള്ളത്, അതുപോലെ എന്താണ് ക്യുക്സ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അതെല്ലാം പ്രീവിയസ് ഇയറിൽ 3 മാർക്സ് ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് തന്നെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. 3 മാർക്സ് ആണെങ്കിൽ ജസ്റ്റ് ആ ഫിനോമിനൻ എന്താണ്, നമ്മളുടെ എന്താണ്, അതായത് അപ്പർ വാട്ടറിന്റെ ഫ്ലോ നടക്കുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ കൊഹഷൻലെസ് സോയിലാണ് നമ്മളുടെ ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. അതൊരു ടൈപ്പ് ഓഫ് സോയിൽ അല്ല, ഒരു ഫിനോമിനൻ ആണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻസ്, എന്തൊക്കെ കണ്ടീഷൻസിലാണ് ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാകുന്നത് എന്ന് പറയുക, അതെന്താണ് ഫിനോമിനൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, ഇത് അതുപോലെ തന്നെ ബോസ്നിക് ഇക്വേഷൻ. അപ്പോൾ ബോസ്നിക് ഇക്വേഷന്റെ എല്ലാം വേണമെങ്കിൽ ഡെറിവേഷൻസ് ചോദിക്കാം. ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, എന്തായാലും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ബോസ്നിക്സ് ഇക്വേഷൻസ് വെച്ചിട്ടുണ്ടാവും. അതിപ്പോൾ സർക്കുലറിലാവാം, റെക്ടാങ്കുലറിലാവാം. അപ്പോൾ റെക്ടാങ്കുലർ ആവാം അല്ലെങ്കിൽ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ആവാം, ഏത് തരത്തിലാണ്. അപ്പോൾ സർക്കുലറിൻ്റെ എല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഫോർ വെർട്ടിക്കൽ സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോൺടാക്ട് പ്രഷർ ബിനീത്ത് ഫൂട്ടിംഗ്. അപ്പോൾ ഫൂട്ടിങ്ങിൻ്റെ താഴെയുള്ള നമുക്ക് ഇക്വലന്റ് പോയിന്റ് ലോഡ് വെച്ച് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട്. പിന്നെ പ്രഷർ ഐസോബാർ എന്താണ്, അപ്പോൾ ന്യൂമാർക്ക് ചാർട്ട്
പിന്നെ ഈ വരുന്ന ടോപ്പിക്സ് എല്ലാം കുറച്ചുകൂടി തിയററ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത്. ഇതെല്ലാം തിയററ്റിക്കലി അതിന്റെ യൂസ് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പൊ ന്യൂമാർക്സ് ചാർട്ട് ഇപ്പൊ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ്, അപ്പൊ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ബിനീത് ഫോട്ടിങ്. ഇപ്പൊ ലൈനിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു സർക്കുലർ ലോഡ്സിൽ വരുന്നത്, ഒരു സ്ക്വയറിൽ വരുന്നത്, അങ്ങനത്തെ എല്ലാമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ന്യൂമാൻ ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്സിൽ യൂണിഫോം ലോഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമാർക്സ് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് ന്യൂമാർക്സ് ചാർട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അൺലോഡഡ് അല്ലെങ്കിൽ യൂണിഫോം ലോഡ് ഇറഗുലർ ബിൽഡിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. പിന്നെ വരുന്നത് എന്താണ്, ഓക്കെ, ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻസ്. ഇപ്പം വെർട്ടിക്കൽ പ്രഷർ ഡ്യൂ ടു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിനീത് സർക്കുലർ. ഇതപ്പം ഈ സർക്കുലറിൻ്റെ ഇതെല്ലാം ബോസ്നിക് ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാം, അതിനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇപ്പോൾ കൂടുതലായിട്ടും ഇതിൽ ഈ ഒരു പോർഷൻസിലെല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലംസും, ഇങ്ങോട്ട് താഴേക്ക് ഇവിടെയെല്ലാം കുറച്ചുകൂടി തിയറിറ്റിക്കൽ ആയിട്ടായിരിക്കും ചോദിക്കുക. ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ടോട്ടൽ ന്യൂട്രൽ എഫക്റ്റ്, ഈ പ്രഷർ ഡയഗ്രം സ്കാപ്പുലറി ഉള്ളതും ഇല്ലാത്തതുമായത് പ്രഷർ ഡയഗ്രം എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. അത് എന്തായാലും നിങ്ങൾ നോക്കാതെ പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഷുവർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഇനി മൊഡ്യൂൾ 4 വരുമ്പോൾ നമുക്ക് ബേസിക്കലി വരുന്നത് എന്താണ്, കൺസോളിഡേഷനെ പറ്റി, അതിൻ്റെ കംപ്രസിബിലിറ്റി, ലോക്ക് പീക്ക്, കംപ്രഷൻ ഇൻഡെക്സ്, റീകംപ്രഷൻ ഇൻഡെക്സ്, എന്താണ്, ഓക്കെ, ഇതിൻ്റെ എല്ലാം നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ് ഇതിൽ മെയിൻലി വരുന്നൊരു പ്രോബ്ലം ആയിട്ട്, നമുക്ക് ന്യൂമറിക്കൽ ആയിട്ട് വരുന്നത് ഇതാണ്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കുറച്ചും കൂടി തിയററ്റിക്കലാണ്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, അപ്പോൾ അത് തന്നിട്ടുണ്ടോ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം. പിന്നെ വരുന്നത് ടെർസാഗി തിയറി, ഇതെല്ലാം ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ടൈം ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. അതുപോലെ തന്നെ ലബോറട്ടറി ടെസ്റ്റ്, ഏതൊക്കെ ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള അതെല്ലാം തിയറി ആയിട്ട് ചോദിക്കാനുള്ളതുണ്ട്. പിന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പാക്ഷൻ കർവ്. കോമ്പാക്ഷൻ കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ന്യൂമറിക്കലായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ തിയറി ആയിട്ട് ചോദിക്കാം. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കാനും മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ തന്നെ സീറോ എയർ വോയിഡ് ലൈൻ ഒക്കെ വരയ്ക്കാനായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോമ്പാക്ഷൻ കർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടർ കണ്ടന്റ് വേഴ്സസ് ഡ്രൈ ഡെൻസിറ്റി ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ പോയിന്റ് ആണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. ഈ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്ന വാട്ടർ കണ്ടന്റ് ആണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി S=1 ആയിട്ട് വരുന്ന ഈ ഒരു ലൈനാണ് സീറോ വോയിഡ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. സീറോ എയർ വോയിഡ്സ് ലൈൻ, അതായത് അവിടെ എയർ ഇല്ല, കാരണം സാച്ചുറേറ്റഡ് വിത്ത് വാട്ടറാണ് അവിടെ സാച്ചുറേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ വോയിഡ്സ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. പിന്നെ പ്രോക്ടർ നീഡിൽ ഫോർ ഫീൽഡ് ടെസ്റ്റ്, അപ്പോൾ ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്സ് എല്ലാം തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ടെർസാഗി തിയറി ഓഫ് വൺ ഡയമെൻഷണൽ കൺസോളിഡേഷൻ അത് തിയറിറ്റിക്കൽ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതെല്ലാം ന്യൂമറിക്കൽ, ഇപ്പൊ ടൈം ഫാക്ടർ ഒക്കെ കണ്ടുപിടിക്കാനുള്ളത് ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ വരാറുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കോമ്പാക്ഷൻ കർവും അതിന്റെ പ്രോബ്ലംസും പിന്നെ ഈ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനുള്ളതൊക്കെയാണ്. ഇനി മൊഡ്യൂൾ 5 വരുമ്പോൾ കൂടുതലായിട്ടും മോർ കൂളം ഫെയിലിയർ ക്രൈറ്റീരിയ, ഇത് നമുക്കൊരു തിയറി ആയിട്ട് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ മോർ സർക്കിൾ വരയ്ക്കുന്നത്. ഇനി മോർ സർക്കിൾസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോർ സർക്കിൾ ഒക്കെ നമ്മൾ എന്തായാലും നോക്കണം, അത് നോക്കാതെ വിടരുത്. അത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പം മോർ സർക്കിൾ, പിന്നെ അതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, അപ്പം മേജറും മൈനർ സ്ട്രെസ്സും ഉണ്ട്. അപ്പം മേജർ സ്ട്രെസ് എന്ന് പറയുന്നത് ഏതാണ് σ1ഉം σ3 ആണ് മൈനർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു മോർ സർക്കിൾ എന്ന് പറഞ്ഞാൽ τ/σ വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ പോയി ഈ ഫെയിലിയർ ആംഗിളിൽ ഇതാണ് സി കൊഹഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ഫെയിലിയർ, ഇതാണ് നമ്മളുടെ ഫെയിലിയർ എൻവലപ്പ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഫെയിലിയർ പ്ലെയിൻ. ദിസ് ഇസ് ദ ഫെയിലിയർ പ്ലെയിൻ. അപ്പോൾ മോർ സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും എങ്ങനെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ലബോറട്ടറി ടെസ്റ്റ് ആയിട്ട് ട്രൈആക്സിയൽ കംപ്രഷൻ ടെസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് ട്രൈആക്സിയൽ കംപ്രഷൻ ടെസ്റ്റ് എന്നുള്ളത് ചോദിക്കാൻ. അതിപ്പോൾ അൺഡ്രെയിൻഡ് കണ്ടീഷൻ ആണെങ്കിലും ഡ്രെയിൻഡ് കണ്ടീഷൻ ആണെങ്കിലും, അപ്പോൾ അൺഡ്രെയിൻഡ് അൺകൺസോളിഡേറ്റഡ് ചോദിക്കാം, അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ്. ഇതിൻ്റെ ഡിഫറൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൺസോളിഡേഷൻ്റെ കേസിലാകുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസോളിഡേഷൻ കോമ്പാക്ഷൻ അതെല്ലാം ചോദിക്കാം.
പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഇത് വെച്ചിട്ട് തന്നെ ട്രൈആക്സൽ കംപ്രഷൻ ടെസ്റ്റ് വെച്ചിട്ട് തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കാം. അത് നമുക്ക് അനലിറ്റിക്കലിയും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫിക്കലി മോർ സർക്കിൾസ് ഉപയോഗിച്ചും ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ പാർട്ട് ബിയിലൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡും സ്വീഡിഷ് സർക്കിൾ മെത്തേഡും. ഈ രണ്ട് മെത്തേഡ് എന്തായാലും നോക്കണം. എന്തായാലും തിയറി ആയിട്ട് വളരെ ഇതായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ സ്വീഡിഷ് സർക്കിൾ. അപ്പം ഇതെല്ലാം നോക്കാതെ പോവരുത്. ഇതെല്ലാം 3 മാർക്സിനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെയിലിയർ ഒക്കെ നമുക്ക് ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് എന്തായാലും ഷുവർ ആയിട്ടും നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ടൈലർ സ്റ്റെബിലിറ്റി നമ്പർ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അത് നമ്മുടെ സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്നും എടുത്ത് പ്രോബ്ലം ചെയ്യാനുണ്ടാകാം, അല്ലെങ്കിൽ ഡയറക്ട്ലി സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് തന്നിട്ടുണ്ടാവാം. അപ്പം ഇതിൻ്റെ എല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മോർ സർക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്. അതിൻ്റെ ഡെറിവേഷൻസ് എന്തായാലും നോക്കണം. സ്വീഡിഷ് സർക്കിൾ മെത്തേഡും ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ച്, അപ്പോൾ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഡെറിവേഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം വളരെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം ഒന്ന് നോക്കി പോവുക. താങ്ക് യു.